നമ്മൾ ദിവസവും കഴിക്കുന്ന ഭക്ഷണം, ഉറക്കം, അനുഭവിക്കുന്ന സ്ട്രെസ് ഇവയെല്ലാം ചേർന്ന് നമ്മുടെ ശരീരത്തിനുള്ളിൽ ഒരു ടൈം ബോംബ് സെറ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ പേരാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. പക്ഷേ ഒരു നിമിഷം, നിങ്ങൾ വിചാരിക്കുന്നതല്ല ഇതിന്റെ ഏറ്റവും വലിയ കാരണം. പഞ്ചസാരയാണെന്നാണോ കരുതുന്നത്? അല്ല. ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്ന ആ ഒന്നാമത്തെ കാരണം കേട്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും. എന്താണ് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ്? ലളിതമായി പറഞ്ഞാൽ, നമ്മുടെ കോശങ്ങളുടെ വാതിൽ തുറക്കാനുള്ള താക്കോലാണ് ഇൻസുലിൻ. ഈ താക്കോൽ ഇട്ടാലേ രക്തത്തിലെ ഗ്ലൂക്കോസിന് കോശങ്ങൾക്കുള്ളിൽ കയറി നമുക്ക് ഊർജ്ജം നൽകാൻ കഴിയൂ. പക്ഷേ ഇൻസുലിൻ റെസിസ്റ്റൻസ് വന്നാൽ ഈ വാതിലിന്റെ പൂട്ട് ആരോ തുരുമ്പു പിടിപ്പിച്ചതുപോലെയാകും. താക്കോൽ കയ്യിലുണ്ട്, പക്ഷേ വാതിൽ തുറക്കുന്നില്ല. ഇനി ഇതിന്റെ 12 കാരണങ്ങൾ ഒരു റിവേഴ്സ് കൗണ്ട്ഡൗൺ പോലെ നോക്കാം. 12 മുതൽ 9 വരെയുള്ള പോയിന്റുകൾ. മൈക്രോന്യൂട്രിയൻ കുറവ്, മഗ്നീഷ്യം, വിറ്റമിൻ ഡി എന്നിവ ഇൻസുലിൻ എന്ന താക്കോലിന് എണ്ണയിടുന്നതുപോലെയാണ്. നമ്മൾ കഴിക്കുന്ന പാക്കറ്റ് ഫുഡുകളിൽ ഇവയൊട്ടുമില്ല. ഫലം, ഇൻസുലിൻ ഉണ്ടായിട്ടും സന്ദേശം കോശങ്ങളിലെത്തുന്നില്ല. 11. മസിലുകളുടെ നാശം. ശരീരത്തിലെ ഗ്ലൂക്കോസ് ചിലവാക്കുന്ന മെയിൻ മെഷീനുകളാണ് മസിലുകൾ. പ്രായമാകുമ്പോഴോ വ്യായാമം കുറയുമ്പോഴോ ഈ മെഷീനുകൾ തുരുമ്പിക്കുന്നു. അതുകൊണ്ടാണ് മെലിഞ്ഞ ആളുകൾക്കും ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുന്നത്. 10. ക്രാഷ് ഡയറ്റിംഗ്. പെട്ടെന്ന് വണ്ണം കുറയ്ക്കാൻ പട്ടിണി കിടക്കുമ്പോൾ ശരീരം വിചാരിക്കും എവിടെയോ വലിയൊരു ക്ഷാമം വരാൻ പോകുന്നുവെന്ന്. അതോടെ ശരീരം മസിലുകളെ ഉരുക്കിക്കളയുകയും പിന്നീട് കഴിക്കുന്ന ഭക്ഷണം വേഗത്തിൽ കൊഴുപ്പായി സ്റ്റോർ ചെയ്യുകയും ചെയ്യും. 9. ഹോർമോൺ മാറ്റങ്ങൾ. തൈറോയിഡ്, PCOS, ടെസ്റ്റോസ്റ്റെറോൺ കുറവ് ഇവയെല്ലാം ഇൻസുലിനെ ശത്രുവായി കാണാൻ കോശങ്ങളെ പ്രേരിപ്പിക്കുന്നു. 8. ഉറക്കമില്ലാത്ത രാത്രികൾ. രാത്രിയിൽ ഫോൺ നോക്കി ഉറക്കം കളയുന്നവരാണോ നിങ്ങൾ? ഒരാഴ്ച കൃത്യമായി ഉറങ്ങാതിരുന്നാൽ ഒരാരോഗ്യവാനായ ഒരാൾക്ക് പോലും പ്രീ ഡയബറ്റിക് അവസ്ഥയിലെത്താം. കാരണം ഉറക്കമില്ലായ്മ കോർട്ടിസോൾ എന്ന വില്ലനെ ഉണർത്തും. 7. വിട്ടുമാറാത്ത സ്ട്രെസ്. നിങ്ങൾ സ്ട്രെസ്സിലാകുമ്പോൾ ശരീരം വിചാരിക്കുന്നത് നിങ്ങളൊരു പുലിയുടെ മുന്നിൽ പെട്ടിരിക്കുകയാണെന്നാണ്. ഓടാൻ ആവശ്യമായ ഗ്ലൂക്കോസ് ശരീരം രക്തത്തിലേക്ക് പമ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ നമ്മൾ ഓടുന്നുമില്ല, ഈ ഗ്ലൂക്കോസ് ഉപയോഗിക്കപ്പെടുന്നുമില്ല. 6. വിട്ടുമാറാത്ത വീക്കം, ക്രോണിക് ഇൻഫ്ലമേഷൻ. ജങ്ക് ഫുഡും മോശം എണ്ണയും കാരണം ശരീരത്തിനുള്ളിൽ ഒരു ചെറിയ തീപിടുത്തം നടക്കുന്നുണ്ട്. ഈ തീയുള്ളിടത്ത് ഇൻസുലിന് പ്രവർത്തിക്കാൻ കഴിയില്ല. 5. ലൈപ്പോടോക്സിസിറ്റി. നമ്മുടെ ഫാറ്റ് സെല്ലുകൾ ഒരു ബക്കറ്റ് പോലെയാണ്. അത് നിറഞ്ഞു കവിഞ്ഞാൽ കൊഴുപ്പ് നേരെ ലിവറിലേക്കും മസിലിലേക്കും ഒഴുകും. അവിടെ ചെളി അടിഞ്ഞതുപോലെ ഇൻസുലിൻ സിഗ്നലുകൾ ബ്ലോക്കാകും. 4. അനങ്ങാത്ത ജീവിതശൈലി. നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, പക്ഷേ അത് കത്തിച്ചു കളയാൻ അനങ്ങുന്നില്ല. വ്യായാമമില്ലെങ്കിൽ കോശങ്ങളിലെ ഗ്ലൂക്കോസ് ഗേറ്റുകൾ തുരുമ്പ് പിടിച്ചടഞ്ഞുപോകും. 3. പഞ്ചസാരയും റിഫൈൻഡ് കാർബ്സും. വെള്ളയരി, മൈദ, മധുരപാനീയങ്ങൾ ഇവ രക്തത്തിലൊരു സുനാമി പോലെ ഷുഗർ എത്തിക്കുന്നു. ഇടയ്ക്കിടയ്ക്കുള്ള ഈ തിരമാലകൾ കാരണം അവസാനം ശരീരം ഇൻസുലിനെ മൈൻഡ് ചെയ്യാതാകും. 2. വയറിലെ കൊഴുപ്പ്. വയറിന് ചുറ്റുമുള്ള കൊഴുപ്പ് വെറുതെ ഇരിക്കുകയല്ല ചെയ്യുന്നത്. അതൊരു ടോക്സിക് കെമിക്കൽ ഫാക്ടറിയാണ്. ഇത് നേരെ ലിവറിലേക്ക് ആസിഡുകൾ അയച്ച് ഇൻസുലിൻ റെസിസ്റ്റൻസ് 10 മടങ്ങ് വർദ്ധിപ്പിക്കും. 1. കലോറികളുടെ അതിപ്രസരം, എനർജി ഓവർലോഡ്. ഇതാണ് ആ ഒന്നാമത്തെ സത്യം. നമ്മൾ കാർബോഹൈഡ്രേറ്റിനെയും ഫാറ്റിനെയും ഒക്കെ കുറ്റം പറയും. പക്ഷേ യഥാർത്ഥ വില്ലൻ എനർജി ഓവർലോഡാണ്. ശരീരത്തിന് ആവശ്യത്തിനേക്കാൾ കൂടുതൽ ഊർജ്ജം നമ്മൾ ഓരോ ദിവസവും അകത്തേക്ക് തള്ളിക്കൊണ്ടിരിക്കുന്നു. ശരീരം പറയും, സ്റ്റോറേജ് ഫുള്ളാണ്, എനിക്കിനി ഒന്നും വേണ്ട. ഈ അവസ്ഥയിൽ ഇൻസുലിൻ എത്ര നിർബന്ധിച്ചാലും കോശങ്ങൾ വാതിൽ തുറക്കില്ല. ഇതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസിന്റെ യഥാർത്ഥ വേര്. ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നത് വെറുമൊരു ഷുഗർ പ്രോബ്ലമല്ല, അതൊരു ലൈഫ് സ്റ്റൈൽ മെസ്സപ്പ് ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ കാണാം.